അയ്യോ, ഈ ചായക്ക് വല്ലാത്ത പുക ചവയ്ക്കണോ? എനിക്ക് വേണ്ട. ആണോ? ഞാൻ കുടിച്ചു നോക്കട്ടെ. ഇഷ്ടമല്ല അടുപ്പിൽ വെക്കുന്നത്. നമ്മൾ എല്ലാം ഇങ്ങനെ ഗ്യാസിലെ വെക്കുന്നത് ഇഷ്ടം. ഗ്യാസിലാകുമ്പോ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. എന്നാ നിങ്ങളും മേടിച്ച പാലിന്റെ ക്വാളിറ്റി കുറവിന്റെ എന്തെങ്കിലും? ഓ, അതൊന്നുമില്ല, നല്ല പാലാ. അത് ഈ കുടിച്ചതിന്റെ ആയിരിക്കും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, പ്ലാസ്റ്റിക്. ഇതെന്തേ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കില്ല? ഞങ്ങളൊക്കെ ഭരണിയിലിട്ടാ വയ്ക്കാറ്. ഇതെന്തേ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്താൽ കൊള്ളില്ല, അസുഖം ഉണ്ടാവില്ലേ? ഇല്ലില്ല, പ്ലാസ്റ്റിക് തന്നെ ഇട്ട് വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അതിൽ കൊണ്ടുപോയാലും നീ കുറച്ച് അത് ഉപയോഗിച്ചത് നീ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കഴിച്ചൊന്നുമില്ല. ചേട്ടായി അത് മുഴുവൻ കഴിച്ചെടുത്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നതിനേക്കാളും ഫേസ് ഒക്കെ വല്ലാതെ കറുപ്പല്ലോ. ഇവിടെയൊക്കെ വല്ലാതെ ഷെയ്ഡ് കണ്ടിട്ട് അവിടെയൊക്കെ. അത് നിനക്ക് തോന്നുന്നതായിരിക്കും, പക്ഷെ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ കണക്ക് 24 മണിക്കൂർ എനിക്ക് ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങാനുള്ള സമയമൊന്നുമില്ല. ഞാനിവിടെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ 24 മണിക്കൂർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് 2 പിള്ളേരെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, വീട്ടിൽ ജോലിയുണ്ട്, തയ്ക്കാനിരിക്കണം, എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികം എന്ന് നമ്മള് കറക്റ്റൊക്കെ ചെയ്യും. എപ്പോഴും മേക്കപ്പിനുള്ള സമയം ഉണ്ടെങ്കിൽ ഇത് നാച്ചുറൽ ആയിരിക്കും, നാച്ചുറൽ. ഇത് കൊള്ളാനായിട്ട് നല്ല രസമുണ്ട്. ഇതെന്തോ ഉള്ള സംഭവം. ഇത് കരിങ്കാലി വെള്ളിയിൽ കെട്ടിച്ച ചേട്ടായി കെട്ടിച്ചെന്നാ. ഈ മാലയും ചേട്ടായി വാങ്ങി തന്നതാ. ഈ മാലയോ? കൊള്ളാതെ എവിടെ നല്ല രസമുണ്ടോ? എവിടെ പോയി വന്നാലും അത് എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് നീ വലിയ കാര്യമാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇത് പണ്ട് തൊട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പണ്ട് തൊട്ട് ഒരുപാട് പെൺപിള്ളേർക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയും, മോളെ ഞാൻ മേടിച്ചു കൊടുത്തു, അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചത്. അതുകൊണ്ട് നീ വലിയ കാര്യമാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്കൊന്നും ഒന്നും മേടിച്ചു തരുന്നില്ല. ഇതൊക്കെ ഇഷ്ടം പോലെ മേടിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിട്ടൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്. അതൊക്കെ വെച്ച് നോക്കുക, ഇതൊക്കെ എന്ത് ഒന്നുമല്ല, ഇതൊന്നുമല്ല. പണ്ടെന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന്റെ പേരും പറഞ്ഞ എപ്പോഴും ഫോണിൽ ചാറ്റിങ്ങും കാര്യങ്ങളും ആയിരുന്നു. അത് ഞാൻ ഒരുപാട് വട്ടം ഞാൻ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇത്ര ഫ്രീഡം കൊടുക്കുകയും ചെയ്യില്ല പൊന്നു റസിയ. ആവശ്യത്തിനൊക്കെ ഫ്രീഡം കാര്യങ്ങൾ കൊടുത്താലും ഇടയ്ക്ക് വാട്സപ്പും ചാറ്റിങ്ങും ഒക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം. പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയാന്നുള്ള കാര്യം എനിക്ക് സത്യത്തെ അറിയാൻ വയ്യ. നിന്റെ കൂടെ ജീവിതം തുടങ്ങിയ ശേഷം ഹാപ്പിയാണ്, എന്നാലും അതെനിക്ക് അറിയാം. എന്നാലും നീ ശ്രദ്ധിച്ചോണം ഇടയ്ക്കൊന്ന്. എന്തുവാ മാങ്ങ എങ്ങനെ ഉണ്ട് മക്കളെ? മാമിക്ക് പോകുമ്പോ കൊടുത്തുവിടാനായിട്ട്. അവരിരുന്ന് സംസാരിക്കുമ്പോ ഞാൻ അഥവാ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അറിയത്തുമില്ല. അലാറം വെച്ചേക്കാം. നിങ്ങൾ പറഞ്ഞ മെസ്സേജ് അയച്ചേ. നിങ്ങൾ ഇതിനകത്ത് ആരോടെ ചക്കിയെന്നുള്ള കാര്യമുള്ള സത്യം. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോൾ സമയം പോകും. ഞാൻ അതുകൊണ്ട് അലാറം വെച്ചാൽ എണീക്കാൻ വേണ്ടി. പിന്നെ അലാറം വെച്ചു. നിങ്ങൾ എടുത്ത് ഇപ്പൊ നിങ്ങൾ എന്നെ ഇതിനകത്ത് നിന്ന് മാറ്റി കളഞ്ഞത്. എന്തോ മാറ്റി? എടുക്കും, ഇത് ഓപ്പൺ ചെയ്യും. ഞാൻ ഞാൻ ഇതിനെ തുറക്കാൻ പറ്റാതെ എടുക്കും.